ഭക്ഷണമൊക്കെ കഴിച്ചോ? സി മിസ്റ്റർ ഗോകുൽ, ഇത്ര വേഗത്തിലൊരു റിക്കവറി ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് നല്ലൊരു പോസിറ്റീവ് സൈനാണ്. അപ്പോ ആള് പഴയതുപോലെ തന്നെ ആവും അല്ലേ ഡോക്ടർ? അങ്ങനെ പഴയതുപോലെ ആകും എന്നെനിക്ക് ഇപ്പോൾ ഉറപ്പ് പറയാനാകില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇയാൾ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ പറയുന്നത് കേൾക്കാനും ചുറ്റും നടക്കുന്നതൊക്കെ വ്യക്തമായി മനസ്സിലാക്കാനും ഇപ്പൊ രാജീവിന് കഴിയും. ശരീരത്തിന്റെ ചലനശേഷിയാണ് ഇപ്പൊ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി. അത് തിരിച്ചു കിട്ടാൻ കുറച്ച് താമസം വന്നേക്ക്. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഹെൽപ്പ് കൂടി വേണം. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയാലും തെറാപ്പി മുടക്കരുത്. അപ്പോ ഉടനെ ഡിസ്ചാർജ് ആവോ ഡോക്ടർ? 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ ഡെവലപ്മെന്റ്സ് വെച്ച് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷമയാണ് അതിന് ഏറ്റവും വലിയ മരുന്ന്. ഇയാൾക്ക് വേണ്ട ശാരീരികവും മാനസികവുമായ കെയർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ദി റെസ്റ്റ് ഈസ് അപ് ടു യു. സമൃദ്ധയുടെ കോള വിവരം അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. ആ ഹലോ സമൃദ്ധ, ഗസ്റ്റോ ആണോ? എപ്പോഴാ വന്നേ? ആ ശരി ശരി, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ആദ്യമായിട്ട് കാണുന്നെങ്കിലും നമ്മൾ തമ്മിൽ ഒരുപാട് കാലത്തെ പരിചയമുള്ള പോലെ. അതെ, സത്യം. ഒരുപാട് കാലത്തെ കണക്കുകളും തീർക്കാനുണ്ടല്ലോ. ദൈവത്തിന്റെ ഓരോ കളിയേ. എന്താ ആലോചിക്കുന്നത്? ആ അല്ല, ഞാനും എത്ര പെട്ടെന്നാ നമ്മൾ ഇത്രയും അടുത്തേന്ന് ആലോചിക്കായിരുന്നു. ജീവിക്കുന്നത് ഗോകുലിന്റെ ഭാര്യയായിട്ടാണെങ്കിലും അവളുടെ കഴുത്തിൽ ഇപ്പോഴും കിടക്കുന്നത് സച്ചി കെട്ടിയ താലിയാണല്ലോ. അപ്പോ ഗോകുല് കെട്ടിയ താലിയോ? അതെവിടെ? എന്ത് ഭംഗിയതിന്! താലിയും കൊള്ളാം, മാലയും കൊള്ളാം. എവിടുന്ന് വാങ്ങിയതാ? അത് പിന്നെ ടൗണിലൊരു ജ്വല്ലറി ഉണ്ട്. ഞാനും ഗോകുലും കൂടി അവിടെ പോയി വാങ്ങിച്ചത് ഈ മാല. എന്താ അങ്ങനെ ചോദിച്ചേ? ഈ മാല അല്ല, ഇതുപോലെ തന്നെ ഒരു മാല പണ്ട് എന്റെ അനിയന്റെ ഭാര്യയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ. ആ മാലയ്ക്കും താലിക്കും ഇതേ ഡിസൈൻ തന്നെയായിരുന്നു. ഇതേ ഡിസൈൻ എന്ന് പറഞ്ഞ ഇത് തന്നെ. അത് പിന്നെ ഒരേപോലുള്ള ഡിസൈൻ ഒരുപാട് ജ്വല്ലറി കിട്ടുമല്ലോ. ഇവർക്കെന്താ ഒരു വെപ്രാളം? ഞാൻ അർച്ചനയോട് സംസാരിക്കുന്നതിന് ഇവരെന്തിനാ ഇടക്കേറി ഇടപെടുന്നത്? ഇത്രയും സ്നേഹമുള്ള ഇടത്തമ്മയെ കിട്ടിയത് ആ കുട്ടിയുടെ ഭാഗ്യം. അനിയനും അനിയത്തിയൊക്കെ ഇപ്പൊ എവിടെയാ? അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? എനിക്കൊരു 2 ലക്ഷം രൂപ വേണ്ട. 2 ലക്ഷം രൂപ?
ഇപ്പൊ എന്തിനാണ് ഇത്രയും രൂപ? അത്രയും വലിയ അത്യാവശ്യം എന്താ നിനക്ക്? ഞാനേ വെറുതെ എങ്ങനെയായിരുന്നു മടുത്തു. എന്തെങ്കിലും ഒരു ചെറിയ തട്ടുകടയെങ്കിലും തുടങ്ങണം, അല്ലാതെ ഇനി മുന്നോട്ടൊന്നും പോകാൻ പറ്റില്ല. എടാ, അത്രയും പണമൊന്നും ഇപ്പൊ എന്റെ കയ്യിൽ എടുക്കാനില്ല. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല ഏട്ടാ. എവിടെ നിന്നെങ്കിലും ഇനി പലിശക്കായാലും പണം സംഘടിപ്പിച്ച് തന്നേ പറ്റൂ. പലിശയ്ക്ക് വാങ്ങാനോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എടാ, ഇപ്പൊ അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. കേസ് കഴിയുന്നവരെ നീ ഒന്ന് സഹിച്ചേ പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ ബിസിനസ് ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ തുടങ്ങാം. ആ അങ്ങനെ പറഞ്ഞേ മാനത്തോക്കി ഇരുന്നാ മതി. അതെ, അതൊന്നും കിട്ടാൻ പോകുന്നില്ല. ആര് പറഞ്ഞു? അഡ്വക്കേറ്റ് ആരതി പുതിയ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഉടൻ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. അതൊക്കെ കിട്ടുമ്പോ അങ്ങ് കിട്ടട്ടെ. ഏട്ടനെ ഇപ്പൊ എവിടെ നിന്നെങ്കിലും എനിക്ക് പൈസ ഒന്ന് സംഘടിപ്പിച്ചതാ. ഞാൻ 2 മാസം കഴിഞ്ഞ് തിരിച്ചു കൊടുത്തോളാം.